ഇത് കല്ലാർകവല പീരുമേടിനും വണ്ടിപ്പെരിയാറിനും ഇടയ്ക്ക് പരുന്തുംപാറയിലേക്ക് തിരിയുന്ന ജംഗ്ഷൻ. ഇവിടെ നിന്നും 5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ പരുന്തുംപാറ എന്ന മനോഹര വ്യൂ പോയിന്റ്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പ്രയാണത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പരുന്തുംപാറയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സഞ്ചാരികൾക്കായി പെരിയാർ ഗ്രാമപഞ്ചായത്ത് വളരെ മനോഹരമായി ഒരു നടപ്പാത നിർമ്മിച്ചിരിക്കുന്നു. താഴെയുള്ള അഗാധമായ മലയുടെ ചെരുവിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കമ്പിവേലികളിൽ നിർമ്മിച്ചിരിക്കുന്നു. ധാരാളം കടകൾ കാണാം, പക്ഷേ എല്ലാം അടച്ചിട്ടിരിക്കുന്നു. വൈകുന്നേരങ്ങളിലായിരിക്കാം ഇവരുടെ എല്ലാം വ്യാപാരം നല്ല രീതിയിൽ നടക്കുന്നത്, ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരുന്നതും. വെയിലിൻ്റെ കാഠിന്യം മൂലം മലമുകളിലെ പുല്ലുകളെല്ലാം കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. ദൂരെ മലമുകളിൽ ഒരു റിസോർട്ട് ഇവിടെ വന്നാൽ കാണാം. ഇനി വ്യൂ പോയിന്റിൽ നിന്നും കാഴ്ചകളുടെ മനോഹാരിതയിലേക്ക്. തമിഴ്നാട്ടിലെ കോടനാട് വ്യൂ പോയിന്റിനെ അനുസ്മരിപ്പിക്കുന്ന മലനിരകൾ. അവിടുത്തെ അത്രയും താഴ്ചകൾ ഇല്ലെന്ന് മാത്രം. വർഷങ്ങൾക്ക് മുമ്പ് ആരും ശ്രദ്ധിക്കാതെ കിടന്ന ഒരു സ്ഥലം ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ ലഭിച്ച പബ്ലിസിറ്റി ഒന്നുകൊണ്ട് മാത്രം ധാരാളം സന്ദർശകർ എത്തിച്ചേരുന്നു. സന്ദർശകരെ ആകർഷിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ടൈലുകൾ പാകിയ ഈ നടപ്പാതയും പച്ച നിറത്തിൽ കാണുന്ന ഈ വേലിയും അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ സമയം രാവിലെ 9:43, എങ്കിലും വെയിലിൻ്റെ കാഠിന്യം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. വ്യൂ പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ നടപ്പാതയിലൂടെ ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് സന്ദർശകർക്ക് വിശ്രമിക്കാൻ 2 കൽമണ്ഡപങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കൽമണ്ഡപത്തിൽ എത്തിയിരിക്കുന്നു. പരുന്തുംപാറയിലെ ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് കൃത്യം 6 അടി ഉയരത്തിലാണ് വശങ്ങളിൽ കാണുന്ന ഈ വേലി നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഡ്രോണുകൾ വരുന്നതിന് മുമ്പ് ഉയരത്തിൽ നിന്നും താഴ്വരകളുടെ ഭംഗി ആസ്വദിക്കാൻ വന്നവർ ആരോ നൽകിയ പേരാണ് പരുന്തുംപാറ അഥവാ ഈഗിൾ റോക്ക്. പരുന്തുംപാറയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തുള്ള മണ്ഡപത്തിൽ നിന്നുമുള്ള കാഴ്ചകൾ. ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണമാണ് ഈ പാറ. വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മുഖത്തിൻ്റെ രൂപം ഇവിടെ കാണുന്നതായി പറയുന്നു. അതിനാൽ ചിലർ ഇതിനെ ടാഗോർ പാറ എന്ന് വിളിക്കുന്നു. ശബരിമലയുടെ ദൂരക്കാഴ്ച. ശബരി മലനിരകൾ. വണ്ടിപ്പെരിയാർ, സത്രം, പുല്ലുമേട് വഴി ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ നടന്നു പോകുന്ന കാടുകൾ. എരുമേലിയിൽ നിന്നും പരമ്പരാഗത കാനന പാതയിലൂടെ അയ്യപ്പന്മാർ നടന്നു പോകുന്ന വനമേഖല. ഇപ്പോൾ ചെറിയ മൂടൽമഞ്ഞുള്ളതിനാൽ കാഴ്ചകൾ വ്യക്തമല്ല. ഈ മലനിരയുടെ മറുവശത്തൂടെയാണ് എരുമേലിയിൽ നിന്നും കാനനപാതയിലൂടെ നടന്ന് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ആശ്വാസമായ വിശ്രമകേന്ദ്രമായ അഴുത നദി ഒഴുകുന്നത്. ദൈവത്തിൻ്റെ തിരശീലയിലെ കാഴ്ചകൾ എത്ര മനോഹരം! പേരറിയാത്ത സ്ഥലങ്ങളുടെ ദൂരക്കാഴ്ചകൾ. പച്ചപ്പുകൾ നിറഞ്ഞ കുന്നുകളും താഴ്വരകളും, പ്രകൃതിയുടെ അത്ഭുതങ്ങൾ, കൈകൊണ്ട് തൊട്ടുനോക്കാൻ സാധിക്കാത്ത സൗന്ദര്യം.
വൈകുന്നേരങ്ങളിൽ ധാരാളം സന്ദർശകർ സമീപ പ്രദേശങ്ങളിൽ നിന്നും അങ്ങ് ദൂരെ കോട്ടയത്തു നിന്നും കൊച്ചിയിൽ നിന്നും വരുന്നവരുടെ ആശ്വാസ കേന്ദ്രം. മാനസിക സംഘർഷങ്ങൾ മറന്ന് പ്രകൃതിയോട് ഇണങ്ങുന്ന പരുന്തുംപാറ. ദൂരക്കാഴ്ച കണ്ടിരിക്കുമ്പോൾ വിദൂരതയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു മല. എപ്പോഴോ പ്രകൃതിക്ഷോഭത്തിൽ ഈ മല രണ്ടായി പിളർന്നിരിക്കുന്നു. വളരെ ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാകുന്ന കാഴ്ച. പരുന്തുംപാറയിലെ കാഴ്ചകൾ കണ്ട് വീണ്ടും മുമ്പോട്ട്. രണ്ടു വശത്തും സുന്ദരമായ പോപ്സൺ ടീ എസ്റ്റേറ്റ്, ഗ്രൻബി എസ്റ്റേറ്റ് എന്നും അറിയപ്പെടുന്നു. പക്ഷേ ടാറിട്ട വഴി ഇവിടെ അവസാനിക്കുന്നു. ബസ് സർവീസും ഇവിടെ വരെ മാത്രം. ഗ്രാൻബി എസ്റ്റേറ്റ് പരുന്തുംപാറ റോഡിലെ ആനകുത്തി വളവ്. ഇനി അങ്ങോട്ട് ഓഫ് റോഡ് വാഹനങ്ങൾക്ക് മാത്രം പോകാൻ കഴിയുന്ന വഴി. ചില മിടുക്കന്മാരായ ഡ്രൈവർമാർ ഷെയർ ഓട്ടോ എന്ന് വിളിക്കപ്പെടുന്ന വാഹനങ്ങളും സമർത്ഥമായി ഇതിലെ ഓടിക്കുന്നു. ഇതുവഴി സത്രം എയർ സ്ട്രിപ്പിലേക്ക് 11 കിലോമീറ്റർ, വണ്ടിപ്പെരിയാറിലേക്ക് 15 കിലോമീറ്റർ. പണ്ടെങ്ങോ ഒരു തോട്ടം തൊഴിലാളിയെ ആന കുത്തിക്കൊന്ന സ്ഥലമാണ് ഈ വളവ്. രാജമുടി സിറ്റി എന്ന ഇടുക്കിക്കാരുടെ ഒരു സിറ്റിയിലാണ് ഞാൻ. തേയിലയും ഏലവും മാത്രം പ്രധാന കൃഷി. ഏകദേശം 20ഓളം വീടുകൾ. കാട്ടുപന്നിയുടെയും കടുവയുടെയും സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ. അഴുത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഗ്രൻബി രാജമുടി റോഡ്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ്. കഷ്ടിച്ച 6 അടി മാത്രം വീതി. എല്ലാ വീടുകളിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും വൃദ്ധജനങ്ങളുമുണ്ട്. വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാട്, വൃദ്ധജനങ്ങൾക്ക് സുഖമില്ലാതെ വന്നാലുള്ള അവസ്ഥ. ക്യാമറയുമായി നടക്കുന്ന എന്നെ കണ്ടപ്പോൾ വഴിയിൽ കണ്ട ചേച്ചിക്ക് ഒരു ആകാംക്ഷ. വ്ളോഗർ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായ പോലെ നടന്നു നീങ്ങി. വേഷം കണ്ടിട്ട് ടീ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന പോലെ തോന്നുന്നു. ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ട്. വലതുവശം താഴേക്ക് ഏലക്കാടുകൾക്കിടയിലൂടെ ഒരു ഒറ്റയടി പാത കണ്ടു. അതിലേ നടന്നു. സുഹൃത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല. ഏലച്ചെടികൾക്കിടയിൽ ഒരു 2 നില വീട്.
നിറയെ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. വീട്ടുടമസ്ഥനായ എൻ്റെ സുഹൃത്ത് മുറ്റത്ത് നായ്ക്കുട്ടികളെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ചിരകാല പരിചയം പോലെ ആ നായ്ക്കുട്ടികൾ എന്നെ നോക്കി വാലാട്ടിക്കൊണ്ടിരുന്നു. ഒരു നായ്ക്കുട്ടി ക്യാമറ കണ്ട് പേടിച്ചതുപോലെ കൂട്ടിലേക്ക് കയറി. ഇതിനു മുമ്പുണ്ടായിരുന്ന നായ്ക്കുട്ടികളെ എല്ലാം രാത്രികാലങ്ങളിൽ കടുവ പിടിച്ചുകൊണ്ടുപോയി എന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ നിന്നും വീണ്ടും ഏലച്ചെടികൾക്കിടയിലൂടെ താഴേക്ക് ഇറങ്ങി. മറ്റൊരു വീട് കണ്ടു. മുമ്പ് അവർ താമസിച്ചിരുന്നത് ഈ വീട്ടിലായിരുന്നു എന്നറിഞ്ഞു. നടന്ന് ഒരു കുളത്തിൻ്റെ അരികിലെത്തി. മീൻ വളർത്തുന്ന കുളം. ജാതിക്കയും ഗ്രാമ്പൂവും നിറഞ്ഞ കൃഷിയിടത്തിലൂടെ നടന്ന് ഒരു തോടിൻ്റെ കരയിലെത്തി. വേനൽക്കാലമാകുന്നതിനാൽ വരണ്ടിരിക്കുന്നു. മഴക്കാലങ്ങളിൽ വെള്ളം കുത്തിയൊലിച്ചൊഴുകുന്ന തോട് എന്നറിഞ്ഞു. ഈ കാണുന്നത് കല്ലാർമല, വലതുവശത്ത് കാണുന്നത് പട്ടുമല. ഈ മലകൾക്കപ്പുറം KK റോഡ് എന്ന കോട്ടയം കുമളി റോഡ്. കേവലം 3 കിലോമീറ്റർ ദൂരം മാത്രം. ശരിയായ ഗതാഗത സൗകര്യം ഇല്ലാത്തതിനാൽ ദൈനംദിന ആവശ്യങ്ങൾക്കായി 15 കിലോമീറ്റർ ദൂരം കാട്ടിലൂടെ സഞ്ചരിച്ച് വണ്ടിപ്പെരിയാറിൽ എത്തേണ്ടിയിരിക്കുന്നു. ഞാൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴിയിലൂടെ 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വീണ്ടും പരുന്തുംപാറയിലെത്താം. അവിടെ നിന്നും 5 കിലോമീറ്റർ കല്ലാർ കവലയിലേക്ക്, നമ്മൾ തുടങ്ങിയ സ്ഥലം. നമ്മൾ കാണുന്നതിനും കേൾക്കുന്നതിനും അപ്പുറം മലയോര മേഖലകളിൽ പുറംലോകം അറിയാത്ത ധാരാളം ഗ്രാമങ്ങൾ നിറഞ്ഞ ജില്ലയാണ് ഇടുക്കി. അതിശയം എന്തെന്നാൽ എല്ലാ സ്ഥലങ്ങളുടെയും പേരിൻ്റെ അവസാനം സിറ്റി എന്ന് ചേർത്തിരിക്കും. പേര് കേട്ടാൽ ഏതോ വലിയ സ്ഥലം എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകും. ചായയും വടയും ബിസ്ക്കറ്റും സോഡയും മാത്രം കിട്ടുന്ന ഒരു കടയോ അതല്ലെങ്കിൽ ഒരു പലവ്യഞ്ജനക്കടയോ മാത്രം കാണും. അങ്ങനെയുള്ള പ്രശസ്തമായ സിറ്റികളാണ് ചൂടൻ സിറ്റി, ബാലൻപിള്ള സിറ്റി, കുരുവിള സിറ്റി, മൈക്ക് സിറ്റി. എല്ലാം ഉദാഹരണങ്ങൾ മാത്രം.
ഇതുപോലെ വേറെയും 25ഓളം സിറ്റികൾ. വീണ്ടും പരുന്തുംപാറയിലൂടെ സൂര്യാസ്തമനത്തിന് മുമ്പ് സ്വർണ്ണത്തിളക്കമുള്ള പരുന്തുംപാറ. ധാരാളം സന്ദർശകർ, ടൂറിസ്റ്റ് ബസ്സുകൾ, കടകളെല്ലാം തുറന്നിരിക്കുന്നു. ഇപ്പോഴാണ് പരുന്തുംപാറ സജീവമായത്. ഞാൻ രാവിലെ കണ്ട പരുന്തുംപാറയല്ല ഇപ്പോൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടിപ്പെരിയാറിലാണേ. ഈ കാണുന്ന വഴി സത്രം വഴി പുല്ലുമേട് വഴി ശബരിമലയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പന്മാർ പോകുന്ന വഴിയാണ്. ഇത് പഴയ RPG ഗ്രൂപ്പിൻ്റെ ടീ എസ്റ്റേറ്റാണ്. ഇപ്പോൾ അത് പോപ്സ് ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. എന്ത് രസമുള്ള സ്ഥലമെന്ന് നോക്കിയേ. ടീ എസ്റ്റേറ്റിനകത്തൂടെ നല്ല ശുദ്ധവായു കേട്ടോ. തണുപ്പുമുണ്ട്, എന്നാൽ നല്ല വെയിലുമുണ്ട്. ഇത്ര അടിപൊളി കാലാവസ്ഥ ഞാൻ വേറെ ഒരിടത്തും ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.